So, we will discuss the component parts of an airport. Or airport in the components in the Canada, we will discuss it. Airport engineering in the it is a design, building, and maintenance of an airport facility. Or airport facility design cheyana, build cheyana, maintenance cheyana use cheyana engineering nu parnathiലാണ് airport engineering ആയിരിക്കും പറയുന്നത്. The key functions include providing runways for aircraft to take off and landing. So runways use ചെയ്യുന്നത് aircraft take off ചെയ്യാനും landing വേണ്ടിയായിരിക്കും use ചെയ്യുന്നത്. As well as terminals for safe loading and unloading of the passengers and cargoes. So passengers cargoes safe ആയിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി അൺലോഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ടെർമിനൽസ് യൂസ് ചെയ്യുന്നത്. സോ എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ഫെസിലിറ്റിയെ ഡിസൈൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ജനറൽ ആയിട്ട് ഒരു എയർപോർട്ടിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ഈ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റൺവേ, ടാക്സിവേ സിസ്റ്റം, ഹോൾഡിംഗ് ഏരിയ, ഏപ്രൺ ഗേറ്റ് ഏരിയ, ടെർമിനൽ ബിൽഡിംഗ്, പാർക്കിംഗ് ആൻഡ് വെഹിക്കിൾ ഡ്രൈവേ. സോ ഇത്രയാണ് മെയിൻ ആയിട്ടൊരു അല്ലെങ്കിൽ ഒരു ലോക്കൽ ആയിട്ടുള്ള എയർപോർട്ടിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്പർ ഓഫ് കമ്പോണൻസ് നമ്മുടെ എയർപോർട്ടിനുണ്ട്. സോ മെയിൻ ആയിട്ട് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് മീൻസ് റൺവേ, ടാക്സിവേ, ഏപ്രൺ, എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്സ്, ഹാങ്ങേഴ്സ്, പാർക്കിംഗ് ഏരിയ, പാർക്കിംഗ് ഡെക്ക്, ഫ്യൂൽ ഡിപ്പോട്ട്, ടവർ, ജനറൽ ഏവിയേഷൻ ടെർമിനൽ. ഇത്രയാണ് മെയിൻ ആയിട്ട് ഒരു എയർപോർട്ടിന് വേണ്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ ഇത് കൂടാതെ നമ്പർ ഓഫ് കമ്പോണൻസ് കൂടെ നമ്മുടെ എയർപോർട്ടിനുണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, the main component parts of an airport. First one is runway, taxiway, apron, terminal building, control tower, hangar, parking, clearway. So ഇത്രയും കമ്പോണൻസ് മാത്രം പഠിച്ചാൽ മതി. ഇതാണ് മെയിൻ ആയിട്ട് ഒരു എയർപോർട്ടിന് ഉണ്ടായിരിക്കേണ്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് റൺവേ. സോ ഫിഗർ നോക്കിക്കേ, റൺവേ ഇത് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, എന്താന്ന് നോക്കാം. റൺവേ ഈസ് എ പേവ്ഡ് ലാൻഡ് സ്ട്രിപ്പ് ഓൺ വിച്ച് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷൻ ഓഫ് എയർക്രാഫ്റ്റ് ടേക്ക് പ്ലേസ്. ഒരു എയർക്രാഫ്റ്റിന്റെ ലാൻഡിങ്ങിന് വേണ്ടിയും അതുപോലെ ടേക്ക് ഓഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന പേവ്ഡ് ലാൻഡിന് പറഞ്ഞ പേരാണ് റൺവേ എന്ന് പറയുന്നത്. സോ ഈ ലാൻഡിൽ കൂടെ ആയിരിക്കും നമ്മുടെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും. The special markings are made on the runway to differ it from the normal roadway. So normal roadway in runway different ആകുന്നത് എന്തുകൊണ്ടായിരിക്കും? സ്പെഷ്യൽ മാർക്കിങ്സ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. Similarly, after sunset, specially provide lightings are help the aircraft for safe landing. So night drive നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റിങ്സിനെ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും എയർക്രാഫ്റ്റിനെ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും. ഓക്കെ, ഇപ്പൊ ഓർത്തിരിക്കുന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് റൺവേ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിനെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ദ ഡയറക്ഷൻ ഓഫ് റൺവേ ഷുഡ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. സോ വിൻഡ് ഏത് ഡയറക്ഷനാണ് അടിക്കുന്നത് ആ ഡയറക്ഷനായിരിക്കും നമ്മൾ റൺവേ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. റൺവേ ക്യാൻ ബി ലെയ്ഡ് യൂസിങ് ബിറ്റുമിൻ ഓർ കോൺക്രീറ്റ്. ഒന്നെങ്കിൽ ഇത് ബിറ്റുമിൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ റൺവേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ എയർക്രാഫ്റ്റിനെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയും ലാൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും റൺവേസ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ഓർത്തിരിക്കേണ്ടത് വിൻഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും റൺവേ നമ്മൾ ഓറിയന്റ് ചെയ്യുന്നത്. അപ്പോൾ റൺവേ കൺസ്ട്രക്ട് ചെയ്യുന്നത് ബിറ്റും അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചായിരിക്കും. നൈറ്റ് ഡ്രൈവില് ഈ റൺവേ ഡിഫറെന്റ് ആകുന്നത് എന്തുകൊണ്ടായിരിക്കും? സ്പെഷ്യൽ ലൈറ്റിങ്സിനെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനായിട്ടും പറ്റുന്നത്. There are different runway patterns are available and they are. So runway patterns different types ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് സിംഗിൾ റൺവേ, 2 runways, hexagonal runway, 45-degree runway, 60-degree runway, 60-degree parallel runway. So ഈ 6 types of runway patterns ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. So next component എന്ന് പറയുന്നത് ടാക്സിവേ. ടാക്സിവേ എന്താന്ന് നോക്കാം. Taxiway is path which connects each end of runway with terminal area, apron and hangar. So terminal area,
ഏപ്രിൻ അതുപോലെ ഹാങ്ങറിനുമായിട്ട് നമ്മുടെ റൺവേ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാത്തിന് പറഞ്ഞ പേരാണ് ടാക്സിവേ എന്ന് പറയുന്നത്. ദീസ് ആർ ലേഡ് വിത്ത് അഷ്ഫാൾട്ട് ഓർ കോൺക്രീറ്റ് ലൈക്ക് റൺവേസ്. ഇത് മേടിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അഷ്ഫാൾട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും ഈ ടാക്സിവേയെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ടാക്സിവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ ഏരിയ ഏപ്രിൻ അല്ലെ ഹാങ്ങറുമായിട്ട് നമ്മുടെ റൺവേ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്തിന് പറഞ്ഞപ്പോഴാണ് ടാക്സിവേ എന്ന് പറയും. സോ ടാക്സിവേ കണ്ടോ, ഈ പിക്ചറിനകത്ത് ടാക്സിവേ ഏതാണെന്ന് കണ്ടോ, ഇതാണ് ടാക്സിവേ എന്ന് പറയുന്നത്. ഈ ടാക്സിവേ എന്ന് പറയുന്നത് നമ്മുടെ എന്താ റൺവേ ആയിട്ടായിരിക്കും കണക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഓക്കെ. In modern airports, taxiways are laid at an angle of 30 degrees to the runway. So, modern airportil നമ്മുടെ taxiway construct ചെയ്യുന്ന ഏത് ആംഗിളിലായിരിക്കും? 30 ഡിഗ്രിയിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. So that the aircraft can use it to change from one runway to other easily. So, ഒരു റൺവേയിൽ നിന്ന് വേറെ റൺവേയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി ഈ 30 ഡിഗ്രി നമ്മൾ റൺവേസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് പറ്റും. അതിനുവേണ്ടിയായിരിക്കും നമ്മൾ ടാക്സിവേസ് എപ്പോഴും 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു റൺവേ ആണ്, സോ ഇതൊരു ടാക്സിവേ ആണ്. സോ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഏപ്രിൻ. ഏപ്രിൻ ഈസ് എ പ്ലേസ് വിച്ച് ഈസ് യൂസ് ആസ് എ പാർക്കിംഗ് പ്ലേസ് ഫോർ എയർക്രാഫ്റ്റ്. സോ എയർക്രാഫ്റ്റിനെ പാർക്ക് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസിന് പറഞ്ഞ പേരാണ് ഏപ്രിൻ എന്ന് പറയും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് എയർക്രാഫ്റ്റ്. ഒരു എയർക്രാഫ്റ്റിന്റെ ലോഡിങ്ങും അൺലോഡിംഗ് നടക്കുന്ന ഏരിയ കൂടെ ആയിരിക്കും ഏപ്രിൻ എന്ന് പറയുന്നത്. ഏപ്രിൻ ഈസ് ജനറലി പ്ലേഡ് ആൻഡ് ഈസ് ലൊക്കേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ടെർമിനൽ ബിൽഡിംഗ് ഓർ അഡ്ജസെന്റ് ടു ഹാങ്ങേഴ്സ്. സോ എവിടെയാണ് ഏപ്രിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടെർമിനൽ ബിൽഡിംഗ്സിന്റെ ഇൻഫ്രണ്ടിലായിട്ടായിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ഏപ്രിൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാങ്ങേഴ്സിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടായിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ഏപ്രിൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഫിഗറിൽ നോക്കിക്കേ, ഈ ഫിഗറിൽ കാണുന്നതായിരിക്കും ഏപ്രിൻ എന്ന് പറഞ്ഞത്. എയർക്രാഫ്റ്റിന്റെ ലാൻഡിംഗ് അല്ലെങ്കിൽ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞ പേരാണ് ഏപ്രിൻ എന്ന് പറയുന്നത്. The size of area to be allotted for apron and design of apron is generally governed by the number of aircraft expected in the airport. So എത്ര number of aircraft ആണ് ഈ എയർപോർട്ടിൽ വരുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഏപ്രിന്റെ സൈസിനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ടെർമിനൽ ബിൽഡിംഗ്. എന്താന്ന് നോക്കാം. ടെർമിനൽ ബിൽഡിംഗ് ഇസ് എ പ്ലേസ് വെയർ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റീസ് ടേക്ക് പ്ലേസ്. എയർപോർട്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റീസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡിങ്ങിന് പറഞ്ഞ പേരാണ് ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറയും. ഇൻ ദിസ് ബിൽഡിംഗ് പ്രീ ജേർണി ആൻഡ് പോസ്റ്റ് ജേർണി ചെക്കിങ്സ് ഓഫ് പാസഞ്ചേഴ്സ് ടേക്ക് പ്ലേസ്. ഇതിൻ്റെ അകത്ത് പ്രീ ജേർണി ചെക്കിങ്സും പോസ്റ്റ് ജേർണി ചെക്കിങ്സും എല്ലാം നടക്കുന്നത് ഏത് ബിൽഡിംഗ് വെച്ചിട്ടായിരിക്കും? ഈ ടെർമിനൽ ബിൽഡിംഗ് വെച്ചിട്ടായിരിക്കും. സോ ഈ ടെർമിനൽ ബിൽഡിങ്ങിന്റെ അകത്തായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഓക്കെ. The luggages, cafes, etc. are provided for passengers. എന്തുകൂടിയായിരിക്കും നമ്മൾക്ക് ടെർമിനൽ ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലഗേജസിന് അതുപോലെ കഫേസിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ടെർമിനൽ ബിൽഡിംഗ് ആയിരിക്കും. പാസഞ്ചേഴ്സ് ക്യാൻ ഡയറക്ട്ലി എൻറ്റർ ദി പ്ലെയിൻ ഫ്രം ടെർമിനൽ ബിൽഡിംഗ്സ് ത്രൂ സ്കൈ ബ്രിഡ്ജ്, വാക്ക്വേസ് എക്സെട്ര. സോ എങ്ങനെയായിരിക്കും ഇതിനകത്തോട്ട് എൻട്രി ചെയ്യുന്നത്? സ്കൈ ബ്രിഡ്ജ് അല്ലെങ്കിൽ വാക്ക്വേസിൽ കൂടെ ആയിരിക്കും ഈ ടെർമിനൽ ബിൽഡിംഗ്സിനകത്തോട്ട് പാസഞ്ചേഴ്സ് എൻട്രി ചെയ്യുന്നത്. ഇത്രയാണ് മെയിൻ കമ്പോണൻസ് ഓഫ് ആൻ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. സോ അത് ചെക്ക് ചെയ്യുക.